പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ? കരുതി കൂട്ടിവെച്ചതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണോ നിങ്ങൾ? എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിട്ട് ഒരു ശൂന്യതയിൽ നിൽക്കുന്നത് പോലെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ അറിയിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനെ കാണുവാൻ കഴിയും. യെരൂശലേമിൽ യെരിഹോയിലേക്കുള്ള വഴിയാത്താരിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ, സമ്പാദിച്ച സമ്പാദ്യങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ച ബിഗ് സീറോ, ഒരു വട്ടപൂജ്യത്തിൽ വന്ന് നിൽക്കുന്നൊരു മനുഷ്യൻ, ഒന്ന് എഴുന്നേൽക്കാൻ പോലും ത്രാണിയില്ലാതെ ശരീരം മുഴുവൻ മുറിവുകളാൽ രക്തമൊഴുക്കപ്പെട്ട, വസ്ത്രം പോലും കീറിമാറ്റി എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ ഓടയിൽ ഉപേക്ഷിക്കപ്പെട്ടു. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവസാനിച്ചു. സ്വയം ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. ആരുടെയും സഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ വേദനയോടെ പിടഞ്ഞ മനസ്സുമായി ആ പൂഴിമണ്ണിൽ പുതഞ്ഞു കിടക്കുന്നൊരു മനുഷ്യൻ. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് രക്ഷപ്പെടാനുള്ളൊരു അവസരം ദൈവമേ എനിക്ക് തരണമേ എന്ന് നെഞ്ചത്തടിച്ച് വിളിക്കുന്നൊരു മനുഷ്യൻ. മണിക്കൂറുകൾ കടന്നുപോയി. അർദ്ധപ്രാണനായി വഴികരികിൽ ജീവന് വേണ്ടി കെഞ്ചുമ്പോൾ ദൂരെ നിന്നൊരു മനുഷ്യൻ വരുന്നത് പോലെ നിഴൽ കണ്ടു. രക്തം ഒഴുകുന്ന കണ്ണിലേക്ക് ഒന്ന് തിരുമി തുറന്ന നോക്കുമ്പോൾ കണ്ട കാഴ്ച നീളൻ കുപ്പായമിട്ടൊരു പുരോഹിതനായിരുന്നു. വലിയ പ്രതീക്ഷയോടെ കണ്ണുകൾ യാചിച്ചുകൊണ്ട് ആ പുരോഹിതന്റെ നേരെ കൈനീട്ടി. പക്ഷേ ആ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ തന്നെ വിട്ട് കടന്നുപോയി. സുഹൃത്തെ, നിങ്ങൾ കൈനീട്ടിയ വഴികളെല്ലാം നിങ്ങളുടെ മുമ്പിൽ പട്ടിയടച്ചോ? രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ വരട്ടെ. അല്പസമയം കടന്നുപോയി. ദൂരെ നിന്ന് മറ്റൊരു വെട്ടം വരുന്ന കണ്ടു. കണ്ണ് തിരുമ്മി തുറന്ന മണ്ണിൽ നിന്ന് പുതഞ്ഞു കിടന്ന ശരീരം പതുക്കെ കൈകളാൽ പൊക്കിയെടുത്ത് ആ മനുഷ്യന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അത് ലേവ്യനായിരുന്നു. പക്ഷെ അദ്ദേഹവും തന്നെയൊന്നോ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തന്റെ മുമ്പിലൂടെ കടന്നുപോയി. വലിയ നിലവിളി തോന്നി. വലിയ കണ്ണീരണിഞ്ഞുകൊണ്ട് അലറി